അങ്ങനെ വാഴ പോയി കണ്ടു. ഇന്നലെ റിലീസായ സിനിമയായിരുന്നു. ഇന്നലെ തിയേറ്ററിൽ അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു. ഇന്നലെ ഞാൻ നുണക്കുഴിയായിരുന്നു കണ്ടത്, അതുകൊണ്ട് ഇന്നലെ കാണാൻ പറ്റിയില്ല. ഇന്ന് മോർണിംഗ് ഷോയ്ക്ക് തന്നെ സിനിമ കയറി കണ്ടു. ഒറ്റ വാക്കിൽ പറയാം, കിടിലം പടം. തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സിനിമയുണ്ട്. എനിക്ക് ഇമോഷണലി സിനിമ കണക്റ്റായി, കോമഡിയും നന്നായി വർക്കൗട്ടായി. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സിനിമ തുടക്കം തൊട്ടേ പിന്നെ അങ്ങോട്ട് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോഴാണ് ചെറിയ ചെറിയ ഇമോഷൻസ് ഒക്കെ കയറി വരും. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കണക്റ്റ് ആവും, ഇമോഷണലി പടം കണക്റ്റ് ആവും. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ക്ലൈമാക്സ് ഒക്കെ കണ്ടപ്പോൾ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. തുടക്കം തൊട്ട് ഒടുക്കം വരെ 2 മണിക്കൂർ 5 മിനിറ്റ് 2 മണിക്കൂർ 5 മിനിറ്റ് പക്ക എൻ്റർടൈൻമെൻറ്റ് സാധനം. എനിക്ക് അങ്ങനെയാണ് സിനിമ കൊണ്ടുപോയത്. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ സിനിമ. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന ചില സംഭവങ്ങൾ അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ചില സീനിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ്, ആ ഒരു എൻഡിങ്, ഇതിലൊക്കെ ചില സാധനങ്ങളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകാൻ പറ്റി. നമുക്ക് എന്നെ തന്നെ കാണാൻ ചില സാധനങ്ങളുണ്ട്. എനിക്കെന്നല്ല, ഒരുപാട് പേർക്ക് അത് കണക്റ്റ് ആകും. അങ്ങനെ തോന്നിയ ഒരു സാധനം ഉണ്ടായിരുന്നു. ഫുൾ പറയുകയാണെങ്കിൽ ഒരു വൈബ് പടം, ഒരു തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ നല്ല ഹൗസ്ഫുൾ ഷോയിലൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ കിടിലം വൈബ് ആയിരിക്കണം. ഞാനിന്ന് സിനിമ കാണാൻ പോയപ്പോൾ, ഇന്ന് ഓൾറെഡി സിനിമ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ. ഇന്നലെ പോസിറ്റീവ് റിവ്യൂ ആണ് വന്നത്. എന്നാൽ പോലും ഇപ്പം ഇന്ന് 2ാമത്തെ ദിവസം മോർണിംഗ് ഷോയ്ക്കാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 30-40% ആൾക്കാർക്ക് തിയേറ്ററിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് ഒരു ഹൗസ്ഫുൾ ഷോയിലേക്ക് ഇരുന്ന് കാണണമെങ്കിൽ നല്ല കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതൊക്കെ ഹൗസ്ഫുൾ ഷോയിൽ ഇരുന്ന് കണ്ട കിട്ടുക. ഞാൻ ചിലപ്പോൾ ഈ പടം വീണ്ടും തിയേറ്ററിൽ പോയിട്ട് കാണും. അല്ല ക്രൗഡൊക്കെ ഉള്ള ദിവസം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും കൂടി കയറി കാണും. നല്ല ക്രൗഡിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പടം. നല്ല ഒരു മിഡിൽ ഏജുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് താഴെയുള്ള ആൾക്കാർക്കൊക്കെ തിയേറ്ററിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഈ പടത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ കോമഡി ആയാലും അത്യാവശ്യം ചിരിക്കാനുള്ള കോമഡിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാഷിർ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ റീൽ സ്റ്റാർ, പുള്ളീൻ്റെ അകത്തുണ്ട്. പുള്ളി ഫുള്ളൊന്നുമില്ല, ചെറിയ റോളാണ്, ഇടയ്ക്ക് വന്നു പോണ റോളാണ് പുള്ളിയുടെ. ഇടയ്ക്ക് വരും, പുള്ളി മാത്രമല്ല, പുള്ളിയുടെ ഒരു ഗ്യാങ് കൊണ്ട് കൂടെ ഇടയ്ക്ക് വരും പോകും, അങ്ങനത്തെ ഒരു റോളാണ്. പക്ഷെ അത് രസമായിട്ടുണ്ട്. നല്ല പുള്ളി പറഞ്ഞ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഹാഷിറ എന്ന് പറഞ്ഞൊരു BGM ഉണ്ട്, അത് ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടമായി. ഇൻ്റർവെൽ സീനിലൊക്കെ ആ ഒരു സാധനം ഉണ്ട്, ഭയങ്കര രസമായിരുന്നത്. അതുപോലെ ബേസിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്, അതും അടിപൊളിയുണ്ട്. പിന്നെ കോമഡി മൊത്തത്തിൽ എനിക്ക് എല്ലാം കൊണ്ടും വർക്കൗട്ടായി. അതുപോലെ തന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ അസീസ്ക്ക്, അതുപോലെ തന്നെ നോബിചാട്ടൻ, പിന്നെ കോട്ടയം നസീർക്ക, അതുപോലെ തന്നെ അഭിനയിച്ച പിള്ളേരെല്ലാം കൊണ്ടും അവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ പുള്ളി ജഗദീഷ് അടിപൊളിയുണ്ട്. എന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, പുള്ളി ഏത് ക്യാരക്ടർ കൊടുത്താലും പുള്ളി നൈസാക്കാറുണ്ട്. ഇതിൽ ജഗദീഷ് മോനായിട്ട് അഭിനയിച്ച നമ്മുടെ മറ്റേ ആളും ഇതുപോലെ ഇൻസ്റ്റയിൽ റീൽസ് ചെയ്യണമെന്ന്, എനിക്ക് പേരറിയില്ല, നമ്മളെ മറ്റേ 18+ ഉണ്ട്. ആ പടത്തിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ നെസ്ലിൻ്റെ കൂട്ടുകാരനായിട്ട്. പേരൊക്കെ അറിയില്ല, പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതന്നെ പടം എല്ലാം കൊണ്ടും ഓക്കെയാണ് സിനിമ. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സിനിമയുണ്ട്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. കോമഡി ആയാലും ഇമോഷണൽ ആയാലും എല്ലാം കൊണ്ടും നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ഹാപ്പിയായി മടങ്ങാവുന്നൊരു പടം. എനിക്ക് ഒരു തൃപ്തി കിട്ടിയൊരു സിനിമയായിരുന്നു വാഴ. പറ്റുന്നവരൊന്ന് പോയി കണ്ടുനോക്കിക്കോ, നല്ലൊരു പടമാണ്. നിങ്ങൾക്ക് നിരാശ വരില്ല. തിയേറ്ററിലിരുന്ന് പ്രത്യേകിച്ചൊരു 30 വയസ്സിന് താഴെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഏജിലൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, പിള്ളേരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണിത്. പറ്റുന്നവരെന്തായാലും ഒന്ന് തിയേറ്ററിൽ പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക.